ഹലോ, ഇന്ന് നമ്മൾക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു തേങ്ങ ഉടച്ചതിന് ശേഷം 1 മണിക്കൂർ ഫ്രീസറിൽ വെക്കുക. അപ്പോൾ അതിന് ശേഷം ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചിരട്ടയിൽ നിന്ന് ഇത് വേറിട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെ നമുക്ക് മുഴുവനായിട്ടും ഇങ്ങനെ വേർതിരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈസി ആയിട്ട് തന്നെ ഇത് ചിരട്ടയിൽ നിന്ന് വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഓരോ പീസും എടുത്ത് ഇതിൻ്റെ ബ്രൗൺ പാർട്ട് ഇതേപോലെ ഒന്ന് പീൽ ചെയ്തിട്ടൊന്ന് കളയണം. ഇങ്ങനെ ചെയ്താലാണ് നമുക്ക് കറക്റ്റ് ആ വൈറ്റ് കളറിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ മുഴുവൻ തേങ്ങയും ഇതേപോലെ പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയെടുക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ മിക്സിയിലിട്ടതൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ട് 2-3 വട്ടമായിട്ട് ഓണാക്കിയും ഓഫാക്കിയും അടിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് കിട്ടും. പെട്ടെന്ന് തന്നെ ഓണാക്കുകയും അതേപോലെ ഒരു 2-3 സെക്കൻഡ് കൊണ്ട് തന്നെ ഓഫാക്കുകയും ചെയ്തിട്ട് ആ രീതിയിൽ ഒരു 3-4 വട്ടം ചെയ്യുക. 3 വട്ടം ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് ഈ ഒരു രീതി കിട്ടും. ഇനി നമുക്കിതൊന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ അതിനുവേണ്ടി ഫ്രൈൻ പാനിലോട്ട് ഈ ഒരു തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഇതേപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു തേങ്ങ നമുക്ക് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറിക്കിട്ടി നന്നായിട്ടൊന്ന് ഡ്രൈ ആകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി പോകും. വീട്ടിൽ തേങ്ങ ഉള്ളപ്പോൾ സ്റ്റോക്ക് ചെയ്ത് ഇതേപോലെ വെക്കുകയാണെങ്കിൽ നമുക്ക് 6 മാസം വരെ കേടുകൂടാതെ സൂക്ഷിക്കുക. അതേപോലെ നമുക്ക് കറികൾക്കും സ്വീറ്റ് ഐറ്റംസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പം എന്തായാലും ടൈമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മളെ കയ്യിൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതൊന്നിങ്ങനെ പൊടിയുന്ന രീതിയിൽ ആയി കിട്ടിയാൽ ഇത് ഇതിൻ്റെ കറക്റ്റ് പാകമാണ്. കയ്യിലിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഒന്ന് പൊടിഞ്ഞ് കിട്ടുന്ന രീതിയാണെങ്കിലാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ അതുവരെ ഒന്നിങ്ങനെ ചൂടാക്കി എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതാ നമ്മളെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങളൊന്നിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതേപോലുള്ള റെസിപ്പീസായിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക്